ആ, താൻ ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതായിരിക്കും അല്ലേ? ആ എഫ്ഐആർ അവിടെ. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 120th Act B in Indian Penal Code, conspiracy, അതായത് ഗൂഢാലോചന, ആൻഡ് ഫോർ ലീഡിംഗ് ദ വയലന്റ് മോബ്, അക്രമത്തിന് നേതൃത്വം കൊടുക്കൽ. വൈകിപ്പോയ അമൃതദാസ്, താൻ ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന അതേ കുറ്റങ്ങൾ കോടതിയിൽ ഏറ്റുപറഞ്ഞ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന പ്രതിയായി ഇവനെ താൻ അറിയില്ലേ? ഞാൻ ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിയത് കൊണ്ട് പറയല്ല. ഇനിയിപ്പോ ഇവരെ ഹാജരാക്കിയത് കൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല. അല്ലേ വക്കീലേ? അതെ, ഒരേ കേസിൽ രണ്ടു കൂട്ടം പ്രതികളെ ഹാജരാക്കിയാൽ അവസാനം വിധി പറയുമ്പോ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രണ്ടു കൂട്ടരും രക്ഷപ്പെടും. അത് അറിയില്ലേ ഇൻസ്പെക്ടർക്ക്? ഇനിയിപ്പോ ഇവരെ വിട്ടുകൊടുക്കുന്ന ആ ബുദ്ധി, അല്ലെങ്കിൽ സാറ് വെറുതെ മനപ്രയാസം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കും തനിക്കും ഒക്കെ മുകളിൽ വേറെയും ചിലരില്ലേ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ. അവര് വിചാരിച്ചാൽ 24 മണിക്കൂർ പോലും തികച്ചു വേണ്ട പല കുറ്റവാളികളും രക്ഷപ്പെടാൻ. ഈ മെഡിക്കനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത വിലങ്ങിട്ട് ഞാൻ വരെ പൂട്ടും. അന്നും കാണണം ചുണ്ടലി ചിരി. എവിടെ